ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പം ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. അവരൊരു കാര മുട്ട ഫ്രൈ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്ന, സോറി ഗൈസ്, കാരമുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്ന കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് കിടക്കാതെ. അങ്ങനെ അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ഉള്ളി, പച്ചമുളക് അധികമൊന്നും വേണം, വേണ്ടവർക്ക് ഇട്ടാൽ മതി കേട്ടോ. അത്യാവശ്യം സ്പൈസാണ് സംഭവം. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് 2 എഗ്ഗാണ് കേട്ടോ. അപ്പം അതൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞിട്ട് വെക്കണം. പിന്നെ ഓംലേറ്റ് മുട്ട മാറ്റി സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. അപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഞാൻ പോയിട്ട് വേഗം ഈ ഒരു ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വേഗം വരാം. അപ്പം അത് സെറ്റാക്കാം. നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഒരു പച്ചമുളക്, കുറച്ച് ഉള്ളി ഇങ്ങനെ കുഞ്ഞിതാക്കി അരിഞ്ഞത് കേട്ടോ. പച്ചമുളക് വേണ്ടവർക്കിടാം. എനിക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനതിട്ടത്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഉള്ളി മാത്രമേ കേട്ടോ വേണ്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമുക്കാദ്യം അങ്ങനെ ചെയ്യാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ മറ്റേലും കൂടെ ഇനി ഒരു ഉള്ളീൻ്റെ മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിലും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഉള്ളൊരു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ബാക്കി ശരിയാക്കാം. ഇത് ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മറ്റേല് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നോ, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതേപോലെ ഇനി ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ മസാലയും ഗരം മസാലയും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ വേണം കേട്ടോ. ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്നിങ്ങനെ നമ്മളുണ്ടാക്കുക, വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ കാണും. ഇത് ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും, ഏത് കോലത്തിലുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേങ്കിൽ ആ ഒരു പെണ്ണുങ്ങൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കുത്തുന്നാണ്ടത് പൊടിയാക്കി പിന്നെ നമ്മൾ ഉണ്ടാക്കി തിന്നേണ്ട വേറെ വഴിയില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കാം. ഓക്കേ, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല, അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ശരിക്കും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതേപോലെ ഗരം മസാല, ചിക്കൻ മസാല, ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ സാധനങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കേ, ഇങ്ങനെ കാണാൻ നല്ല സംഭവം സെറ്റാണ്. എങ്ങനെയാവുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്താൽ സെറ്റാവും. ഇനി ഇതൊന്ന് ഒരു എന്താ പറയുക, ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. നമുക്ക് നോക്കാം എന്താവുന്നില്ലേ. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്, തിന്നാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. സാധനം സെറ്റായി വന്നിട്ട് കേട്ടോ. ഇതൊന്ന് മറിച്ചിരട്ടെ. ഇങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയാ നോക്ക്, നല്ല രസമുണ്ട്. ഇത് കഴിക്കാൻ എങ്ങനെയുണ്ടെന്നല്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ചൂട് ചോറും ഇതും കൂടെ കുഴച്ച് സെറ്റ്. അത്യാവശ്യം നല്ല എരിവുണ്ട്.
മുളക് കുറച്ചിടേണ്ടവർക്ക് കുറച്ചിടാം, കൂടുതലിടേണ്ടവർക്ക് കൂടുതലിടാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു നുള്ളു ഉപ്പിൻ്റെ കുറവുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ തിന്നാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂട് ചോറിനോട് ഈ ഒരു സാധനം മാത്രം മതി. ബൈ.